ചോദ്യം നമ്പർ 1. നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ശാന്തിനികേതൻ, ഓപ്ഷൻ ബി കാശി വിദ്യാപീഠം, ഓപ്ഷൻ സി ഗുജറാത്ത് വിദ്യാപീഠം, ഓപ്ഷൻ ഡി ജാമിയ മിലിയ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ശാന്തിനികേതനാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഈ 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? വിജയരാഘവ ആചാര്യയാണ് കേട്ടോ. വിജയരാഘവ ആചാര്യയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെല്ലാം? 1. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഖേദയായിരുന്നു. 2. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. 4. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച സത്യാഗ്രഹമായിരുന്നു ഖേദ. ശരിയാണോ? അത് തെറ്റാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? അത് ചമ്പാരനാണ് കേട്ടോ. ചമ്പാരൻ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ച സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരനാണ്. നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് മില്ല് സമരമാണ്. അഹമ്മദാബാദ് മില്ല് സമരം നടന്നത് എന്നാണ്? 1918. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അത് ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1920 സമ്മേളനം നടന്നത് എവിടെയാണ്? നാഗ്പൂരിലാണ്. അത് ശരിയാണ്. അപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നാഗ്പൂരിലെ INC സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു. ആരായിരുന്നു? വിജയരാഘവ ആചാര്യയാണ്. ഇനി അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. അത് തെറ്റാണ്. ഗാന്ധിജി പങ്കെടുത്തത് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ്. ആരെ പ്രതിനിധീകരിച്ചായിരുന്നു? ഇന്ത്യ പ്രതിനിധീകരിച്ച് അല്ലായിരുന്നു. ആരെയാണ്? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് ആരാണ്? നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത്. അപ്പോൾ ഇതിനകത്ത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 4ഉമാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? ഓപ്ഷൻ എ എറണാകുളം പാലക്കാട്, ഓപ്ഷൻ ബി കൊല്ലം ആലപ്പുഴ, ഓപ്ഷൻ സി കൊല്ലം പുനലൂര്, ഓപ്ഷൻ ഡി ബേപ്പൂർ തിരൂർ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ബേപ്പൂർ തിരൂരാണ് കേട്ടോ. ബേപ്പൂർ തിരൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ബറോഡയാണ് കേട്ടോ. ബറോഡ ഹൗസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്ന ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബറോഡ ഹൗസ് ആണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് റെയിൽപാത ആരംഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ ആയിരുന്നു? അത് ബോംബെ ടു താനെയാണ് കേട്ടോ. ബോംബെ ടു താനെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ആരംഭിച്ചത് എവിടെയാണ്? അത് ബോംബെ ടു താനെയാണ് ആരംഭിച്ചത്. കേരളത്തിൽ ആരംഭിച്ചത് എവിടെയാണ്? അത് ബേപ്പൂർ മുതൽ തിരൂര് വരെ ആയിരുന്നു. അത് എന്നാണ്? വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1861 എവിടെ? കേരളത്തിൽ ആരംഭിക്കുന്നത്. നാലാമത്തെ ചോദ്യം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി
ടി പ്രകാശം, ഓപ്ഷൻ സി പോറ്റി ശ്രീരാമുലു, ഓപ്ഷൻ ഡി പി കേശവമേനോൻ. ആരാണ്? ഓപ്ഷൻ ബി ടി പ്രകാശമാണ് എന്ത് ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 5ാമത്തെ ചോദ്യം. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ സി രക്തരഹിത വിപ്ലവം, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏതാണ്? ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ശരി ഉത്തരം. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 6ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏതു രാജ്യക്കാരനാണ്? ഓപ്ഷൻ എ സ്പെയിൻ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ ഡി പോർച്ചുഗീസ്, ഓപ്ഷൻ ഡി മലേഷ്യ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി പോർച്ചുഗീസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസുകാരനാണ്. 7ാമത്തെ ചോദ്യം. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി. 3. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെ. 4. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്ന് നോക്കി. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി അല്ലേ? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെ. ശരിയാണോ? തെറ്റാണ്. ഉയരം എത്രയാണ്? 0 മുതൽ 12 കിലോമീറ്റർ വരെയാണ്. സ്റ്റേറ്റ്മെന്റ് 4. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളി ട്രോപ്പോസ്ഫിയറിലാണോ കാണപ്പെടുന്നത്? അല്ല. എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. ഇനി ഈ പിക്ചർ നോക്കിയേ. ഈ പിക്ചറിനകത്ത് അന്തരീക്ഷ പാളികളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. ഇതെന്താണ്? ഭൂമിയാണ്. ഭൂമിയുടെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ തൊട്ട് മുകളിലുള്ള പാളി എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ഈ ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് ഏതാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടുള്ളതാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇനി ഈ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ പാത അറിയപ്പെടുന്ന ഏതാണ്? ട്രോപ്പോ പാസ് എന്നാണ് കേട്ടോ. ട്രോപ്പോ പാസ് എന്നാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ പാതയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ട്രോപ്പോ പാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടുള്ള എന്താണ്? മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ കർഷണത്താൽ കത്തി നശിക്കുന്നു കേട്ടോ. ഈ ഉൽക്കകൾ മീസോസ്ഫിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ കർഷണത്താൽ കത്തി നശിക്കുന്നു. അതെവിടെയാണ്? മീസോസ്ഫിയറിലാണ് കേട്ടോ. ഇനി മീസോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള എന്താണ്? തെർമോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിന്
തൊട്ട് മുകളിലുള്ള എന്താണ് തെർമോസ്ഫിയർ ആണ്. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് എന്തെന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് എന്തെന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുന്നത്. എത്രയാണ്? 2500 ഡിഗ്രി സെൽഷ്യസ് വരെ. അതുകൊണ്ട് ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? തെർമോസ്ഫിയർ ആണ് പറയുന്നത്. അടുത്തത് തന്നെ എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലെ പാളിയാണ് എന്തെന്ന് പറയുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലെ പാളിയാണ് എന്ത്? എക്സോസ്ഫിയർ. ബഹിരാകാശത്തിന്റെ തുടക്കം ഈ എക്സോസ്ഫിയറിൽ നിന്നാണ് തുടങ്ങുന്നത്. ബഹിരാകാശത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? എക്സോസ്ഫിയറിൽ നിന്നാണ് തുടങ്ങുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത് എന്നാണ്. ഓപ്ഷൻ എ NW1, ഓപ്ഷൻ ബി NW2, ഓപ്ഷൻ സി NW3, ഓപ്ഷൻ ഡി NW4. ഏതാണ്? ഓപ്ഷൻ സി NW3 ആണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? NW3 ആണ്. ഇനി നോക്കി, പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളാണ് പറയുന്നത്. NW1 എവിടെ മുതൽ എവിടെ വരെയാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് NW1 എന്ന് പറയുന്നത്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് NW1. NW2 എന്ന് പറയുന്നത് സാദിയ ദുബ്രി. NW3 എന്ന് പറയുന്നത് കൊല്ലം കോഴിക്കോട് അല്ലെങ്കിൽ കൊല്ലം കോട്ടപ്പുറം. NW4 എന്ന് പറയുന്നത് കാക്കനാട പുതുച്ചേരി. NW5 താൽച്ചർ പാരദ്വീപാണ് NW5. NW6 ലക്കിപൂർ ഭംഗ. ഇതിൽ ഏതെങ്കിലും ഒരു ദേശീയ ജലപാത നമ്മുടെ പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ചോദ്യം. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഓപ്ഷൻ സി പർവ്വത വനങ്ങൾ, ഓപ്ഷൻ ഡി കടലോര ചതുപ്പുനില വനങ്ങൾ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. അടുത്ത 11ാമത്തെ ചോദ്യം. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏത്? ഓപ്ഷൻ എ ലൂ, ഓപ്ഷൻ ബി മാംഗോ ഷവർ, ഓപ്ഷൻ സി ബ്ലോസം ഷവർ, ഓപ്ഷൻ ഡി നോർവെസ്റ്റർ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി നോർവെസ്റ്റർ ആണ്. അടുത്ത 12ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏത്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി മുംബൈ. ഏതാണ് ഉത്തരം? കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. എന്ന് ആരംഭിക്കുന്നത് 1984 കൊൽക്കത്ത മെട്രോ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് കൊൽക്കത്ത, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. മൂന്നാമത്തെ ഏതാണ്? മൂന്നാമത്തെ ബംഗളൂരു ആണ് കേട്ടോ. ബംഗളൂരു ആണ് മൂന്നാമത്തെ മെട്രോ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആരംഭിക്കുന്ന മൂന്നാമത്തെ മെട്രോ എന്ന് പറയുന്നത് ബംഗളൂരു ആണ്. ഈ ബംഗളൂരിന് മെട്രോ എന്ന് അറിയപ്പെടുന്നത് എന്നാണ്? നമ്മ മെട്രോ എന്നാണ് കേട്ടോ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗളൂരു മെട്രോയാണ്. അപ്പം കൊച്ചി മെട്രോ എത്രാമത്തെയാണ്? 8ാമത്തെയാണ് കേട്ടോ. 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? കൊച്ചി മെട്രോയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ബംഗളൂരു ആണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്ത. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂരു. കേരളത്തിലെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് കൊച്ചി. ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ? 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ. 13ാമത്തെ ചോദ്യം. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം ഏത്?
ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം ഏത്? ഓപ്ഷൻ എ സ്വർണം, ഓപ്ഷൻ ബി ഭൂമി, ഓപ്ഷൻ സി പണം, ഓപ്ഷൻ ഡി കെട്ടിടം. ഏതാണ് ലിക്വിഡായിട്ടുള്ള രൂപം? ഓപ്ഷൻ സി പണമാണ്. പണത്തെ ഡിമാൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ: പണം ഒരു ആസ്തിയാണ്, പണം എല്ലാവർക്കും സ്വീകാര്യമായതാണ്, പണം എളുപ്പത്തിൽ മറ്റ് സാധനങ്ങളും സേവനങ്ങളുമായി മാറ്റാൻ കഴിയും, പണമാണ് ഏറ്റവും ദ്രവത്വമുള്ള ആസ്തി. 14-ാമത്തെ ചോദ്യം: കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. ഓപ്ഷൻ എ ബാങ്ക് നിരക്ക്, ഓപ്ഷൻ ബി മോറൽ സുവേഷൻ, ഓപ്ഷൻ സി ഡയറക്റ്റ് ആക്ഷൻ, ഓപ്ഷൻ ഡി CRR. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ബാങ്ക് നിരക്കാണ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് എന്ത്? ബാങ്ക് നിരക്കെന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾക്ക് പൊതുവായ ചില ധർമ്മങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നോട്ട് ഇറക്കൽ. രാജ്യത്തെ കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ബാങ്കിനാണ്. 2. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം സൂക്ഷിക്കുകയും ഗവൺമെൻറ്റിന് വേണ്ടി ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ബാങ്കാണ്. 3. ബാങ്കുകളുടെ ബാങ്ക്. 4. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. 5. ആപൽഘട്ടങ്ങളിലെ സഹായി. ഏതൊരു വാണിജ്യ ബാങ്കിനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവയ്ക്ക് വായ്പ അനുവദിക്കുകയും അവയെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ബാങ്കാണ് എന്ത്? കേന്ദ്ര ബാങ്ക്. 6. പണ സപ്ലൈയുടെ നിയന്ത്രകൻ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര ബാങ്കിനെയാണ്. ഇതിനായി കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് പണനയമെന്ന് പറയുന്നത്. അടുത്തത് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ബാങ്കിങ്, കറൻസി, ധനകാര്യം, സ്ഥൂല സമ്പദ് വ്യവസ്ഥ, സൂചകങ്ങൾ എന്നിവയെ പറ്റിയുള്ള റിപ്പോർട്ട് കേന്ദ്ര ബാങ്ക് പ്രസിദ്ധീകരിക്കണം. ഇത് സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും സഹായകമാണ്. 8. ധാർമ്മിക പ്രേരണ. കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ നയം നടപ്പിലാക്കുവാൻ അംഗ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതിനെയാണ് ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത്. 9. പ്രത്യക്ഷ നടപടികൾ. കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെയാണ് എന്ത്? പ്രത്യക്ഷ നടപടികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ എന്നും പറയുന്നത്. അടുത്തത് 15-ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. വാടക, ലാഭം, വീട്ടമ്മമാരുടെ സേവനം, വേതനം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി വീട്ടമ്മമാരുടെ സേവനമാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് എന്താണ്? വീട്ടമ്മമാരുടെ സേവനമാണ്. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൻ്റെ ആകെ തുകയാണ് എന്ത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൻ്റെ ആകെ തുകയാണ് എന്ത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അടുത്തത് 16-ാമത്തെ ചോദ്യം: അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകളെ തടയാനായി നിലവിൽ വന്ന നിയമം ഏതാണ്? ഓപ്ഷൻ എ പൗരാവകാശ സംരക്ഷണ നിയമം, ഓപ്ഷൻ ബി മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഓപ്ഷൻ സി വിവേചന നിർമ്മാർജ്ജന നിയമം, ഓപ്ഷൻ ഡി വിവരാവകാശ നിയമം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ പൗരാവകാശ സംരക്ഷണ നിയമമാണ്. എന്താണ്? അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകളെ തടയാനായി നിലവിൽ വന്ന നിയമമാണ് എന്ത്? പൗരാവകാശ സംരക്ഷണ നിയമം. അടുത്ത 17-ാമത്തെ ചോദ്യം: 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ എ സക്കറിയ, ഓപ്ഷൻ ബി പി വത്സല, ഓപ്ഷൻ സി സേതു, ഓപ്ഷൻ ഡി എസ് കെ വസന്തൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി എസ് കെ വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എസ് കെ വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? സേതുവാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതുവും 2023 ആരായിരുന്നു? എസ് കെ വസന്തനുമാണ്.
18ാമത്തെ ചോദ്യം. ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം? ഓപ്ഷൻ എ KM മാണി, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി S ഗുപ്തൻ നായർ, ഓപ്ഷൻ ഡി ഏടാച്ചേരി രാമചന്ദ്രൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് എന്ത്? ജീവിതം ഒരു പെൻഡുലം. 19ാമത്തെ ചോദ്യം. 37ാമത് ദേശീയ ഗെയിംസ് ഗോവയിൽ ഉദ്ഘാടനം ചെയ്തത് ആര്? ഓപ്ഷൻ എ ദ്രൗപദി മുർമു, ഓപ്ഷൻ ബി PS ശ്രീധരൻപിള്ള, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി അമിത്ഷാ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി നരേന്ദ്രമോദിയാണ്. 37ാമത് ദേശീയ ഗെയിംസ് ഗോവയിൽ ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഓപ്ഷൻ സി നരേന്ദ്രമോദിയാണ്. 20ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമത്തിലെ വകുപ്പ് ഏത്? ഓപ്ഷൻ എ 2ാം വകുപ്പ്, ഓപ്ഷൻ ബി 3ാം വകുപ്പ്, ഓപ്ഷൻ സി 1ാം വകുപ്പ്, ഓപ്ഷൻ ഡി 4ാം വകുപ്പ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി 3ാം വകുപ്പാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ്? 3ാം വകുപ്പാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമം ഏതാണ്? അത് വിവരാവകാശ നിയമമാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമം ഏതാണ്? അത് വിവരാവകാശ നിയമമാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ് എന്ത്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്.